സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട അവസാനം ആണ് നമുക്ക് RPF പൂനെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകാരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ടായിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടുക്ക് ഇറ്റ് അപ്പ് റിയലി വെൽ. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു 1/2 hour 45 minutes അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാമതൊരു ഫോൺ അവരുടെ കയ്യിൽ എങ്ങനെ എത്തിയത്? അത് വാങ്ങിയതാണ്? ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്നവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ ഒറ്റയ്ക്ക് പോയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചോദനമോ അല്ലെങ്കിൽ പ്രലോഭനമോ അങ്ങനെ എന്തെങ്കിലും? കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ. സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. കുട്ടികളുടെ ഡിമീനറും പോയയിടത്തെയും. ഈ കുട്ടികളുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ ഇയാളതാണെങ്കിൽ മുമ്പ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു? എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക. പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യം. കേട്ടില്ല. അദ്ദേഹം തിരിച്ച് വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. എന്തൊക്കെ സഹായങ്ങളാണ് ഈ കുട്ടികൾക്ക് ലഭിച്ചത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ? ഈ പോകണതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവും. കുട്ടികളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നല്ലോ, ഈ പണം എങ്ങനെ സംഘടിപ്പിച്ചു? അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതിൽ എന്തായിരുന്നു അതിന്റെ സോഴ്സ് എന്നുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം. ഇപ്പോഴും നമ്മൾ കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം ഇരുത്തി വിശദമായിട്ട് ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആധികാരികമായ വിവരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായം ഉപയോഗിച്ച് എക്സാം എഴുതി പഠിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ IQ ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും അറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം മറ്റു ബാഹ്യമായ സഹായങ്ങളിലായിട്ടുള്ള? തീർച്ചയായിട്ടും ദിസ് ഇസ് ടു പ്രീമച്യൂർ ടു കമന്റ് ഓൺ സച്ച് തിങ്സ്. കുട്ടികളെ എൻ്റെ ടീമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് സംവിധാനങ്ങളോ ആക്സസ് ചെയ്യാതെ വി കനോട്ട് കമന്റ് ഓൺ എന്താണ്. തീർച്ചയായിട്ടും ഇതിലിപ്പം എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എൻ്റെ സബ് ഇൻസ്പെക്ടർ എന്നതിന് ശേഷമാണ് വിൽ അസസ് ഓൺ ദാറ്റ്. എത്രയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും പോലീസ് അവരിലൊന്ന് എത്തട്ടെ.